ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഞാൻ ഇന്നലെ ഒരു ദീപാവലിയുടെ മോഷൻ ഗ്രാഫിക്സ് വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തന്നെ ഒരു ചെറിയ വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. പ്രൊജക്റ്റിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ഇമ്പോർട്ട് ഫയൽസ്, ജസ്റ്റ് ദീപാവലി എന്ന് പറഞ്ഞ ഇല്ലുസ്ട്രേറ്റർ ഫയൽ ഇമ്പോർട്ട് പറയുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ആ കോമ്പോസിഷൻ, ദീപാവലി കോമ്പോസിഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എല്ലാ ലെയറുകളും ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി ഇല്ലാതിരിക്കുന്നത് ഞാനിവിടെ ക്വാർട്ടറാക്കി ഇട്ടേക്കുന്നതാണ്. ഫുള്ളാക്കി നമുക്ക് കറക്റ്റ് ഫുൾ ക്വാളിറ്റി കിട്ടും. ഞാൻ ജസ്റ്റ് ക്വാർട്ടറാക്കി ഇടുകയാണ്. കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണത്. അതിനുശേഷം മുകളിൽ നിന്നുള്ള ലെയറുകൾ ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, ഈ ലെയർ അവിടെ നിൽക്കട്ടെ. ഇനി താഴ്ന്ന് ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ച് ഓക്കെ, ഇത്ര ലെയറുകൾ നിർത്തിയിട്ട് ഈ ലെയറുകളെല്ലാം അവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അതിൻ്റെ ലേബൽ ചേഞ്ച് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ ഇവിടെ കയറിയതിന് ശേഷം റൂളർ ഷോർട്ട് കട്ട് കൺട്രോൾ ആറാണ്. ഞാൻ ജസ്റ്റ് റൂളർ കറക്റ്റ് സെൻറ്റർ പോയിന്റിലേക്ക് സ്നാപ്പ് ചെയ്ത് വയ്ക്കുന്നു. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. കറക്റ്റ് സ്നാപ്പ് ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ച് കൊടുത്താൽ മതി, കറക്റ്റ് സ്നാപ്പ് ആയിക്കോളും. ഓക്കെ, അവിടെ സ്റ്റാപ്പിങ് ഓൺ ആക്കിയിട്ട് കൊടുത്താലും മതി. അതിനുശേഷം പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഓരോ ലെയറും ജസ്റ്റ് സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക, പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ പിയോട്ട് നമ്മൾ പിടിച്ചു വെച്ച സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എല്ലാ ഒബ്ജക്റ്റിൻ്റെയും അതിൻ്റെ സെൻറ്ററിലാണ്. അതിൽ നിന്ന് നേരെ നമുക്ക് റൂളർ പിടിച്ച സെൻറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഇത് അവിടെയാണ് വിട്ടു വയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ലെയറുകളെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഒരു 2 സെക്കൻഡിൽ കൊണ്ടുവച്ചിട്ട് സ്കെയിൽ എസ് അടിച്ച് സ്കെയിൽ എടുക്കുക. ഫസ്റ്റ് ഫ്രെയിമിൽ 0 കൊടുക്കുക. അപ്പോൾ എനിക്ക് ആനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. അതിനുശേഷം ബാക്കിയുള്ള ലെയറുകളെല്ലാം ജസ്റ്റ് ഓൺ ആക്കുക. നമ്മൾ ഹൈഡ് ചെയ്ത ലെയറുകളെല്ലാം ഷോ ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി എല്ലാ ലെയറിനും എന്ത് ചെയ്യുക, സ്കെയിൽ അപ്ലൈ ചെയ്യുക. സ്കെയിലിന് കീ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഫ്രെയിം 0. ഇപ്പം എനിക്ക് ആനിമേഷൻ നടക്കുന്ന എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യുന്നത് കണ്ടോ. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ ലെയറുകളും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 6 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഏകദേശം ഒരു ടൈമിംഗ് കിട്ടുന്ന നമുക്കുള്ള സെറ്റ് ചെയ്താൽ മതി. കറക്റ്റ് ഒരു അളവ് കിട്ടണമെങ്കിൽ ഒരു ഫ്രെയിം 1 by 1 ഫ്രെയിമായിട്ട് ജസ്റ്റ് ടൈം ലൈനെ മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അനിമേഷൻ എല്ലാം ആയി, കണ്ടോ.
ഇത്രേ ഉള്ളൂ ഇതിൽ ആ ചെറിയ ടെക്നിക്സ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ എല്ലാം നമുക്ക് കിട്ടും. ജസ്റ്റ് കീ എല്ലാം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്തിട്ട് F9 അടിക്കുക. അതിനുശേഷം ഇവിടെ രണ്ടെണ്ണമുണ്ട്, F9 അടിക്കുക. ഓക്കെ, ഓക്കെ. ഇപ്പോൾ അനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ജസ്റ്റ് റൊട്ടേഷൻ എല്ലാ ലെയറിനും ജസ്റ്റ് ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും റൊട്ടേഷൻ കൊടുക്കുക. റൊട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. റൊട്ടേഷൻ എടുത്തതിന് ശേഷം ആൾട്ട് പ്രസ് ചെയ്ത് ഇവിടെ കീയിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് റൊട്ടേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അനിമേഷൻ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. ഇവിടെ ഞാൻ ടൈം *10 കൊടുക്കുകയാണ്. ജസ്റ്റ് അത് കോപ്പി എടുത്താൽ മതി. കോപ്പി എടുത്തതിന് ശേഷം എല്ലാ റൊട്ടേഷനിലും പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് പറയുക. റൊട്ടേഷൻ, പേസ്റ്റ്, റൊട്ടേഷൻ, ആൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്യുക, അനിമേഷൻ ആഡ് എക്സ്പ്രഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ റൊട്ടേഷൻ എടുത്തിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് പറയുക. റൊട്ടേഷൻ, പേസ്റ്റ്, പേസ്റ്റ്, പോയി ടൈം *10, കോപ്പി പേസ്റ്റ് മാറിപ്പോയി. റൊട്ടേഷൻ, പേസ്റ്റ്, അത് വീണ്ടും കോപ്പി പേസ്റ്റ് തന്നെ വരികയാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കോപ്പി പറയുക, പേസ്റ്റ്, റൊട്ടേഷൻ, പേസ്റ്റ്, റൊട്ടേഷൻ, പേസ്റ്റ്, റൊട്ടേഷൻ, പേസ്റ്റ്. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് സ്ക്രീൻ. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആനിമേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻസുകൾ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.